ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകമാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് സംഖ്യാപുസ്തകം 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൽ നാസിർ വ്രതത്തിൻ്റെ നിയമത്തെക്കുറിച്ചാണ് പറയുക. നാസിർ വ്രതം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു നിശ്ചിത കാലത്തേക്ക് ദൈവത്തിനു വേണ്ടി മാത്രമായി സ്വമേധയാ സമർപ്പിക്കുന്ന നേർച്ചയ്ക്കാണ് നാസിർ വ്രതം എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്വമേധയാ സമർപ്പിക്കുന്നവൻ എത്ര നാളത്തേക്ക് ആണോ അവൻ സമർപ്പിച്ചിരിക്കുന്നത് അത്രയും നാൾ അവൻ്റെ ഇത് ക്ഷൗരം ചെയ്യുവാനോ വീഞ്ഞോ മദ്യമോ കുടിക്കുവാനോ പാടില്ല. ദൈവത്തിന് അവൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. മുടിയും താടിയും വെട്ടാതിരുന്നാൽ അത് ഒരു വിരൂപതയിലേക്ക് ഒരുപക്ഷെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണല്ലോ വീഞ്ഞ്. അപ്പം അതും അവൻ വേണ്ടെന്ന് വയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ സന്തോഷവും എല്ലാ ആനന്ദവും അവൻ്റെ എല്ലാ സമർപ്പണവും ദൈവത്തിലാക്കി അവൻ ജീവിക്കാൻ തീരുമാനിക്കുന്ന ദിവസങ്ങളെയാണ് നാസിർ വ്രതത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ സിംസോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആജീവനാന്തം നാസിർ വ്രതക്കാരനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിംസോൻ. ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വന്ന് വസിക്കുകയും അവൻ വലിയ ശക്തിമാനായി അല്ലെങ്കിൽ തനിക്ക് നേരെ വന്നൊരു സിംഹത്തെ നാലുപോലെ അവന് കീറിക്കളയാൻ സാധിച്ചു. ഒരു കഴുതയുടെ താടിയിൽ കൊണ്ട് 1000-ഓളം ഫെലിസ്ത്യരെ അവൻ അടിച്ചു കൊല്ലുവാനുള്ള ശക്തി അവന് ലഭിച്ചു. 200 കുറുക്കന്മാരെ അവിടെ വാല് കൂട്ടിക്കെട്ടി അതിൻ്റെ ഇടയിൽ തീപ്പന്തം വെച്ച് ഫെലിസ്ത്യരുടെ വിളവുകളൊക്കെ നശിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന് സാധിച്ചു. എന്നാൽ അവനിൽ നിന്ന് ആ ദൈവികമായ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ പാപത്തിന് വിധേയപ്പെട്ടപ്പോൾ ദലീല എന്ന് പറയുന്ന ഒരു അബദ്ധസഞ്ചാരിയായ സ്ത്രീയുടെ മടിയിൽ അവനെ തലവെച്ചുറങ്ങിയപ്പോൾ അവൻ്റെ ശ്രദ്ധയും അവൻ്റെ സമർപ്പണവും ദൈവത്തിൽ നിന്ന് മാറി ഒരു മനുഷ്യ സ്ത്രീയിലായി മാറിയപ്പോൾ അവൻ്റെ സകല ശക്തിയും ചോർന്നു പോവുകയും ഫെലിസ്ത്യരാൽ അവൻ ഇത് പിടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ മുടിയും താടിയും വളർത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചതിൻ്റെ ബാഹ്യമായ അടയാളങ്ങൾ മാത്രമാണ്. അവൻ്റെ സമർപ്പണത്തിൽ നിന്ന് അവൻ മാറി എന്നുള്ളതാണ്. നമ്മളും പലപ്പോഴും പല കാര്യങ്ങളിലും ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചവരാണ്. അതിൽ നിന്ന് നമ്മൾ പിന്മാറുമ്പോൾ ദൈവികമായ ശക്തി നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൗത്യവും ഓരോ ശുശ്രൂഷയും ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണമാണ്. അത് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശക്തി നമുക്കും എവിടെ നമ്മൾ പ്രവർത്തിക്കുന്നോ ആ സമൂഹത്തിനും അത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോൾ ആ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടുന്നതായ സാഹചര്യമാണ്. നമ്മുടെ കർത്താവ് നമുക്കറിയാം, അവൻ മുടി വെട്ടുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. കർത്താവ് ഒരു നാസിർ വ്രതക്കാരനായിരുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രി പരീശന്മാർ യേശുവിനെ വിമർശിച്ചല്ലോ, നീ പാപികളോടുകൂടി നീ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് കർത്താവിനെ കുറിച്ച് അവരെ ആക്ഷേപിച്ചതായും ആരോപിച്ചതായും നമ്മൾ വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തി തന്നിലുള്ള ആത്മാവിലായിരുന്നു. പഴയ നിയമത്തിൽ എല്ലാം ശരീരത്തിലാണല്ലോ. അതുകൊണ്ടാണ് അപ്രകാരം പുതിയ നിയമത്തിൽ ഇതെല്ലാം ആത്മാവിലാണെന്ന കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മളും ദൈവത്തിന് നാസിർ വ്രതക്കാരായി അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മൾ വസിച്ച് അത് അപ്രകാരം നമ്മൾ ജീവിക്കേണ്ടവരാണ്. പാപകരമായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ജീവിത രീതികളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനെ അനുഗ്രഹിക്കുവാൻ യഹോവയായ ദൈവം അഹരോനെ അവിടെ പരിമേൽപ്പിക്കുകയാണ്.
കാരണം അഹറോൻ എന്ന പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവമാണ് അനുഗ്രഹിക്കുന്നത്. അത് അഹറോൻ്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ അഹറോൻ്റെ ആ അംഗവിക്ഷേപത്തിലൂടെ ആ അനുഗ്രഹം ജനങ്ങളിലേക്ക് അത് വ്യാപരിക്കണം. യഹോവയായ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ഇവിടെ 2-3 നമുക്ക് കാണാൻ പറ്റും. എന്താണ് അവർ കൊടുക്കുന്ന ആശീർവാദം? അനുഗ്രഹം ഒന്നും ഭൗതികമായതല്ല. ഒന്നാമത് പറഞ്ഞ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ സകല ദോഷങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ. 2, യഹോവയെ തൻ്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് അവന് കൃപയുള്ളവനാകട്ടെ എന്ന് പറഞ്ഞാൽ തൻ്റെ തേജസ് അവൻ നിന്റെ മേൽ പ്രകാശിപ്പിക്കട്ടെ. 3, യഹോവ തൻ്റെ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി തൻ്റെ പ്രസാദം നിനക്ക് നൽകുമാറാകട്ടെ. ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും നിന്റെ മേൽ ഉണ്ടായി ആ ദൈവികമായ പ്രസാദം നിനക്ക് ലഭിക്കാൻ കാരണമാകട്ടെ. പിന്നെ പറഞ്ഞ നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള ഹൃദയം, സമാധാനമുള്ള ജീവിതം, സമാധാനമുള്ള കുടുംബം, അതൊക്കെ നിനക്ക് ലഭിക്കുമാറാകട്ടെ. ഇതിലും വലിയ അനുഗ്രഹം വേറെയില്ല. ഭൗതികമായതൊന്നുമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ ഇതേ അനുഗ്രഹം പട്ടക്കാർ എപ്പോഴും ഇത് നൽകാറുണ്ട്. വിശുദ്ധ കുർബാനയിലും മറ്റുള്ളതായ ശുശ്രൂഷകൾക്ക് അവർ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരും ഉണ്ടാകുമാറാകട്ടെ എന്നാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ നാമത്തിലാണ് പുതിയ നിയമ അനുഗ്രഹം. ഇവിടെ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തൻ്റെ അനുഗ്രഹം അഹരോനിലൂടെ ആ ജനത്തിന് നൽകുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മളിൽ എപ്പോഴും വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരായിട്ട് മാറുന്നത്. നമ്മുടെ വേദപഠനവും പ്രാർത്ഥനയും ആരാധനയും സമർപ്പണമൊക്കെ പരിശുദ്ധാത്മാവെ അത് ഞങ്ങൾക്ക് ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.